പക്ഷേ യൂട്യൂബിൻ്റെ ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്, ജെയ്ക്ക് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെ യൂട്യൂബിൻ്റെ ആ ഷേപ്പ് തരുമ്പോഴത്തേക്ക് നമ്മൾ ആ ബേസ് കട്ട് ചെയ്തിട്ട് ഒരേ ലെവൽ, ഏറ്റവും താഴത്തെ ലെവൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് വേണം മുകളിലത്തെ ലെവൽ എടുക്കാം, താഴത്തെ ലെവലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ താഴത്തെ ലെവലിലേക്ക് എടുക്കാം, എന്നിട്ട് നമ്മുടെ പ്രഷർ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ ലിംബിൻ്റെ പ്രഷർ H2 എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ആണ്, അത് 65 + 65, അതായത് 130. അപ്പോൾ 130 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്, 10⁻³ എന്നറിയാമല്ലോ. അപ്പോൾ 10⁻3. അപ്പോൾ ഡെൽറ്റ വി ബൈ വിയുടെ വരെ 2/100 വരും, അതായത് 0.02. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്ര ആയിട്ടുന്നത്, 0.02. എത്ര ആയിട്ടുന്നത്, 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്, ഇൻറ്റു 10⁸8 എന്ന് വരും. ഓപ്ഷൻ ചെയ്താൽ ഓപ്ഷൻ. സോ ഹലോ ഗൈസ്, മൈ നെയിം ഈസ് നിഖിൽ. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാവിറ്റേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവല്ലോ. അതായത് നമ്മൾ NCERT-യിൽ അത് 2 ചാപ്റ്ററായിട്ടാണ് കിടക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും പിന്നെ ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അങ്ങനെ 2 ചാപ്റ്ററായിട്ടാണ്. സോ നമ്മൾ എൻട്രൻസിന് പഠിക്കുമ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം റിവിഷൻ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് റിവൈസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ ട്രിക്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, മൈ നെയിം ഈസ് നിഖിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ദാറ്റ് ഇസ് സോളിഡ്സും ഫ്ലൂയിഡ്സും കൂടി 3 ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. എല്ലാ വർഷവും നീറ്റിലൊരു 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അത് സോളിഡ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫ്ലൂയിഡ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ചില വർഷങ്ങളിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ, ഓരോന്ന് വിധം 2 ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻ അതിൻ്റെ 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, അതുകൊണ്ട് വിട്ട് കളയേണ്ട. ബിക്കോസ് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. നമ്മൾ മറ്റ് ചാപ്റ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അതുകൊണ്ട് വിട്ട് കളയേണ്ട, നന്നായിട്ടത് പഠിച്ചു പോയാൽ നമുക്ക് മാർക്ക് കയറുന്നൊരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നീറ്റ് 2023 ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ വയർ ബി സസ്പെൻഡഡ് ഫ്രം ദി സീലിംഗ്, ദാറ്റ് ഇസ് റിജിഡ് സപ്പോർട്ട്, ആൻഡ് സ്ട്രെച്ച്ഡ് ബൈ ഇറ്റ്സ് വെയിറ്റ് W അറ്റാച്ച്ഡ് അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. The longitudinal stress at any point of cross-sectional area A of the wire is. Okay, ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായാലോ, ഇത് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വയറിനെ ഇങ്ങനെ ഒരു റൂഫ്, ഒരു സീലിംഗ് വെച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടേക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയായിരിക്കും? ഓക്കെ, അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് W ആണ് അല്ലേ. അപ്പോൾ പടം ഒന്ന് വരച്ച് ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും. ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതാണ് നമ്മൾ റൂഫ് ഇരിക്കട്ടെ. അപ്പോൾ ആ റൂഫ് ചെയ്ത് ഒരു വയർ ഇങ്ങനെ ഹാങ് ചെയ്തിങ്ങനെ ഇട്ടേക്കാണ് അല്ലേ. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്. പിന്നെ അതിൻ്റെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഇസ് W. അത് അങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കുമല്ലോ. സെൻറ്റർ ഓഫ് മാസ് ചെയ്ത് താഴോട്ടാണ് അതിൻ്റെ വെയിറ്റ്, ദാറ്റ് ഇസ് W അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണെങ്കിലും വേറെ സ്ട്രെസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ് അല്ലേ. സ്ട്രെസ്സിൽ 3 ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഹൈഡ്രോളിക് സ്ട്രെസ്, ദാറ്റ് ഇസ് ഹൈഡ്രോളിക് ഓൺ വോളിയം സ്ട്രെസ്, പിന്നെ ഏതാ ഷിയറിംഗ് സ്ട്രെസ് ആണ്. അങ്ങനെ 3 സ്ട്രെസ്സാണ് നമുക്കുള്ളത്. 3 സ്ട്രെസ്സിനും സെയിം ഇക്വേഷൻ ആണ്, ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഇപ്പോൾ ഇവിടെ ഫോഴ്സ് ഏതാ? ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വെയിറ്റ് തന്നെയാണല്ലോ, W തന്നെയാണ് അതിന് വെയിറ്റ്, അതിന് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ A ആണ്. അപ്പോൾ സ്ട്രെസ് എത്ര വരുന്നുണ്ട്? W ഡിവൈഡ് ബൈ A. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ ഇത് വരും, ഓപ്ഷൻ 3 ആണ്. W ഡിവൈഡ് ബൈ A ആണ് ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതി ചോദിക്കാറുണ്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായാലും, അതായത് ഈ ഒരു വയർ, ഇതൊരു വയറാതിരിക്കട്ടെ. അപ്പോൾ അതിന് ഒരറ്റം ഇങ്ങനെ ഹാങ് ചെയ്ത് താഴോട്ടിങ്ങനെ ഇട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്തു, അതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ സ്ട്രെസ്സായി. പക്ഷേ ഈ ക്വസ്റ്റ്യന് വേറെ രീതി ചോദിക്കാം. അതായത് ഇതേ വയർ തന്നെ നമ്മളൊരു ഭിത്തിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കും. അതായത് വെർട്ടിക്കലായിട്ടല്ല, ഹോറിസോണ്ടലായിട്ട് ഈ വയറിൻ്റെ ഒരറ്റം നമ്മളൊരു ഭിത്തിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഒരറ്റം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ മറ്റേ അറ്റം നമ്മൾ പിടിച്ചിങ്ങനെ വലിക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ അത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായത് ഇതേ വയറാന്നിരിക്കും, ഇതൊരു വോളാണ്. ആ വോള് അതേ വയർ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ A. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ അറ്റം പിടിച്ചിങ്ങനെ വലിക്കുവാണ്. എന്താ? ഫോഴ്സ് F. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് എന്താണ്? അപ്പോൾ ഇവിടെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പക്ഷേ നമ്മളിവിടെ ഫോഴ്സ് എടുക്കുമ്പോൾ ആ ഫോഴ്സ് മുഴുവൻ ഫോഴ്സ് എന്താ? ആവറേജ് ഫോഴ്സ് വേണം എടുക്കാൻ. പറഞ്ഞാൽ മനസ്സിലായോ? ബിക്കോസ് എന്താ? നമുക്കറിയാം, നമ്മൾ റോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈ അറ്റമാണ് പിടിച്ചങ്ങോട്ട് വലിക്കുന്നത്.
അപ്പോൾ ഈ അറ്റത്ത് നിന്ന് നമ്മൾ മറ്റേ അറ്റത്തിലേക്ക് നമ്മൾ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നതനുസരിച്ച് ഫോഴ്സിൻ്റെ എഫക്റ്റ് അങ്ങ് കുറഞ്ഞു വരും. ശരിയല്ലേ? നമ്മൾ ഈ അറ്റം പിടിച്ചാണ് വലിക്കുന്നത്, നമ്മൾ വയറിൻ്റെ ഈ അറ്റം പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഈ അറ്റത്തു നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച്, ഓപ്പോസിറ്റ് എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. എന്നിട്ട് അവസാനം ഈ പോയിന്റിൽ എത്തുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. കാര്യം മനസ്സിലാലോ? അപ്പോൾ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ പിടിച്ച് വലിക്കുന്ന അറ്റത്തായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് അറ്റത്ത് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കുറഞ്ഞു വരിക, ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവറേജ് ഫോഴ്സ് വേണം എടുക്കാൻ. ആവറേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് വേണമല്ലോ മൈൻഡ് ചെയ്യാനല്ലേ. നമ്മൾ റൊട്ടേഷൻ പൊസിഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് മാത്രം മൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ സെൻറ്ററിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മൊത്തം F എടുക്കില്ല, പകരം F/2 ആയിരിക്കും. കാര്യം മനസ്സിലായാലോ? അത് നമ്മൾ ആവറേജ് ഫോഴ്സ് ആയിട്ട് പഠിച്ചാലും മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് വരും. പക്ഷേ ഇപ്പോൾ ഈ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഫോഴ്സ് നമ്മൾ ആവറേജ് ഫോഴ്സ് വേണം എടുക്കാൻ. ആവറേജ് ഫോഴ്സ് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോഴ്സ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോഴ്സ് എത്രയാണ്? ഈ അറ്റത്ത് ഫോഴ്സ് എത്രയാണ്? F ആണ്. ഈ അറ്റത്ത് ഫോഴ്സ് എത്രയാണ്? 0 ആണ് അല്ലേ? ഈ അറ്റം എന്ന് പറയുമ്പോൾ ഫോഴ്സ് 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഫോഴ്സ് 0 പ്ലസ് F അല്ലേ? അപ്പോൾ 0 പ്ലസ് F ഡിവൈഡഡ് ബൈ 2, ഇതാണ് ആവറേജ് ഫോഴ്സ്. ദാറ്റ് ഈസ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. ദിവസം ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ F ഡിവൈഡഡ് ബൈ 2A ആണ്. മനസ്സിലായത്? F ഡിവൈഡ് ബൈ 2A എന്ന് പറഞ്ഞു. അതേസമയത്ത് അപ്പോൾ ചിലർ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ എന്താ W/2 എടുക്കാൻ, നമ്മൾ എന്തുകൊണ്ട് W മാത്രം എടുത്തു? കാരണം നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ തന്നെ ആക്ട് ചെയ്ത്, അല്ലേ? വെയിറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ തന്നെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആവറേജ് എടുത്ത് സെൻറ്റർ ഓഫ് മാസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്ത്, ഈ അറ്റത്താണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. കാര്യം മനസ്സിലായാലോ? ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോഴ്സ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളതിൽ ആവറേജ് എടുത്ത് സെൻറ്റർ ഓഫ് മാസിലാക്കിയിട്ടാണ് നമ്മളതിൽ S/2 എഴുതിയത്. പറഞ്ഞ് മനസ്സിലായാലോ? പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മുഴുവൻ ഫോഴ്സ് W നമ്മൾ എടുത്തു. മനസ്സിലായാലോ? അപ്പോൾ അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ശ്രദ്ധിച്ചോണം. നമുക്ക് ഇപ്പോൾ മനസ്സിലായാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെഞ്ചുറി മീറ്റർ വർക്ക്സ് ഓൺ. സോ ദ വെഞ്ചുറി മീറ്റർ വർക്ക്സ് ഓൺ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആൻസർ എന്താ? ബെർണോളിസ് തിയറം ആണ് അല്ലേ? പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെഞ്ചുറി മീറ്റർ എന്ന് വെച്ചാൽ എന്താ? വെഞ്ചുറി മീറ്റർ കണ്ടിട്ടുണ്ടാവും. അതൊരു ഡിവൈസ് ആണല്ലേ. നമ്മൾ ഈ ഒരു പൈപ്പിംഗ് കൂടെ നമ്മൾ ഫാക്ടറിയിലൊക്കെ പാസ് ചെയ്ത വലിയ പൈപ്പ് കാണുമല്ലോ, വലിയ ഓസ്, വലിയ പൈപ്പൊക്കെ, ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഫ്ലോ ചെയ്ത വലിയ പൈപ്പ്സ്, അതായത് ഫ്ലോ ചെയ്ത ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്? വെഞ്ചുറി മീറ്റർ. അപ്പോൾ അത് ബെർണോളിസ് തിയറമിൻ്റെ ആപ്ലിക്കേഷനാണിത്. അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു ഫാക്ടറിയിൽ ഇപ്പോൾ വലിയൊരു ഗ്യാസിൻ്റെ പൈപ്പ് ലൈനൊക്കെ പോകാതെ വിചാരിക്കും. അപ്പോൾ ആ പൈപ്പ് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ പൈപ്പിനകത്ത് വെഞ്ചുറി മീറ്ററൊക്കെ പിടിപ്പിക്കും. എന്നിട്ട് ആ വെഞ്ചുറി മീറ്ററൊക്കെ ആ വെഞ്ചുറി മീറ്ററിൻ്റെ ക്രോസ് സെക്ഷൻ രീതിയൊക്കെ വ്യത്യാസമാണ്. നടുക്ക് തിന്നിലായിരിക്കും, അറ്റത്ത് വരുമ്പോഴത്തേക്കും അത് ആ പൈപ്പിൻ്റെ അതേ ഡയമീറ്ററൊക്കെ ആയിരിക്കും. അതിനകത്ത് 2 സ്കെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലിക്വിഡ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് റീഡിങ് കാണിക്കും. അതിന് ഡിഫറൻസ് വെച്ച് നമ്മൾ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കും, വെലോസിറ്റി ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ദ ഫ്ലോ കിട്ടും. അതൊക്കെ പോട്ടെ, നമ്മൾ ഫ്ലൂയിഡ്സ് പഠിപ്പിക്കുമ്പോൾ പറയാം, എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. വെഞ്ചുറി മീറ്റർ വർക്ക്സ് ഓൺ ബെർണോളിസ് തിയറമാണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പൈപ്പ് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡോ ഗ്യാസിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്? വെഞ്ചുറി മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നീ 2022 ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ്, a spherical ball is dropped in a long column of highly viscous liquid. The curve is shown the curve in the graph shown which represents the speed of the ball has the function of TVS. Okay, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സ്പെറിക്കൽ ബോളിനെ അങ്ങ് എന്ത് ചെയ്യുകയാണ്? ഡ്രോപ്പ് ചെയ്യുകയാണ് അല്ലേ? ഇതിൽ ഹൈലി വിസ്കസ് ലിക്വിഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പീഡിൻ്റെ ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്പീഡിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് സ്റ്റോക്സ് ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്റ്റോക്സ് ലോ. ദാറ്റ് ഈസ് നമ്മളൊരു റെയിൻ ഡ്രോപ്പിൻ്റെ ന്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റെയിൻ ഡ്രോപ്പ് എന്താ? നമ്മൾ റെയിൻ ഡ്രോപ്പ് നല്ല ഫോക്കസ് ചെയ്ത് താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും അതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി വരേണ്ടതാണ്. ബിക്കോസ് താഴോട്ട് എത്തുണ്ട് ഗ്രാവിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ താഴോട്ട് ഗ്രാവിറ്റി ഉള്ളത് കാരണം ആ ഗ്രാവിറ്റി ആക്സലറേഷനായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന റെയിൻ ഡ്രോപ്പ് താഴെ എത്തുമ്പോഴത്തേക്കും ശരിക്കും അത് ഭയങ്കര സ്പീഡിലായിട്ടാണ് വരേണ്ടത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ആ റെയിൻ ഡ്രോപ്പ് വരുമ്പോൾ ഭയങ്കര സ്പീഡ് വരാതെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന. കാര്യം എന്താ? ബിക്കോസ് താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ഓപ്പോസിറ്റായിട്ട് എന്തുണ്ടാവും? ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ? വിസ്കസ് ആൻഡ് ബോയൻസി ഫോഴ്സ് ഉണ്ടാവും. അതാണ് അതിനെ ക്യാൻസൽ ചെയ്തത്. സോ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെയിൻ ഡ്രോപ്പ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആദ്യമൊക്കെ സ്പീഡ് കൂടും,
എന്നിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ആര് ക്യാൻസൽ ചെയ്യും? ആ മീഡിയത്തിൻ്റെ വിസ്കസ് ഫോഴ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ വിസ്കസ് ഫോഴ്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ നെറ്റ് ഫോഴ്സ് അങ്ങ് 0 ആവും. നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാ ഗ്രാഫ്? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. കാര്യം മനസ്സിലായാലോ? അതായത് ഈ ബോൾ താഴെ വരുന്ന ബോളാവാം അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പ് ആവാം. അപ്പോൾ താഴെ വരുന്ന ബോളിൻ്റെ അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പിൻ്റെ സ്പീഡ് ആദ്യമൊക്കെ കൂടി അവസാനം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിസ്കസ് ഫോഴ്സുമായിട്ട് അങ്ങ് ക്യാൻസൽ ആകും. അതിൻ്റെ ഫോഴ്സ് എന്താവും? ഫോഴ്സ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആവും. ഈ കോൺസ്റ്റന്റ് ആവുന്ന ഫോഴ്സ് നമ്മൾ എന്താ പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി. പഠിച്ചിട്ടുണ്ടാവില്ല, സ്റ്റോക്സ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, നോക്കിയാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ സോപ്പ് ബബിൾ എക്സ്പാൻഡ്സ് ദ പ്രഷർ ഇൻസൈഡ് ദ ബബിൾസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് അറിയാലോ. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? പ്രഷർ P is equal to 4T divided by R അല്ലേ? ബബിൾ ആകുമ്പോഴത്തേക്ക് 4T divided by R. സോപ്പാണ് മറ്റേ ഡ്രോപ്പ് ആണെങ്കിൽ 2T/R. ബബിൾ ഇൻസൈഡ് ദി എയർ ആണെങ്കിലും 2T/R. പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ഇവിടെ എന്താ പറയുന്നത്? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്ത് പറ്റും അല്ലേ? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം റേഡിയസ് അങ്ങ് കൂടും അല്ലേ? റേഡിയസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ കുറയും. ഇപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡിക്കേഴ്സ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് 2022 റീസൺ അസോഷൻ ആണ്. ഓക്കെ, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അസോഷൻ തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. അസോഷൻ നോക്കിയേ. The stretching of a spring is determined by shearing modulus of the material of the spring. Stretching of the spring is determined by shearing modulus of material of the spring. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇലാസ്റ്റിക് നേച്ചറിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് 3 സാധനമാണ് നോക്കുന്നത്. ഒന്നെങ്കിൽ യങ്സ് മോഡുലസ്, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ്, അല്ലെങ്കിൽ ഷിയറിംഗ് മോഡുലസ്. അറിയാലോ, ഇലാസ്റ്റിക് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി, നമ്മൾ ഒരു ബോഡീൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഈ 3 സാധനമാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. യങ്സ് മോഡുലസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ലെന്തിന് വല്ലതും ചേഞ്ച് വന്നാലാണ് നമ്മൾ യങ്സ് മോഡുലസ് യൂസ് ചെയ്യുക. വോളിയത്തിന് വല്ലതും ചേഞ്ച് വന്നാൽ നമ്മൾ ബൾക്ക് മോഡുലസ് യൂസ് ചെയ്യും. ഷേപ്പിന് വല്ലതും ചേഞ്ച് വന്നാൽ നമ്മൾ ഷിയർ മോഡുലസ് യൂസ് ചെയ്യും. അപ്പോൾ നോക്കിയാൽ നമ്മൾ സ്പ്രിങ്ങിനെ വരയ്ക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ ചേഞ്ച് ചെയ്യുന്നത്? വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ലെന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ചിലർ പറയുന്ന സാധനം ലെന്ത് ചേഞ്ച് ചെയ്യും, കാരണം നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ലെന്ത് കൂടുമല്ലേ? അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആ സ്പ്രിങ് ഉണ്ടാക്കി ആ വയറില്ലേ, ആ വയറ് ശരിക്കും വരയുന്നില്ല. ശരിക്കും വന്നിട്ട് ആ കോല് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് കൂടുന്നത്. പക്ഷേ ആ വയറിൻ്റെ മൊത്തം ലെന്ത് അപ്പോൾ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ അവിടെ ലെന്ത് മാറുന്നില്ല. അതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സ്പ്രിങ്ങിനെ വരയ്ക്കുമ്പോൾ ലെന്ത് മാറുന്നില്ല. അപ്പോൾ ലെന്ത് മാറുന്നില്ലെങ്കിൽ യങ്സ് മോഡുലസ് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ മാറുന്നത്? ഷേപ്പാണ് മാറുന്നത് അല്ലേ? കാരണം നമുക്കറിയാം, നമ്മൾ വരയ്ക്കാതിരിക്കുമ്പോൾ അതിൻ്റെ കോയിൻ്റെ ഓരോ ടേൺസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സർക്കിളായിരിക്കും. നമ്മൾ വരിഞ്ഞങ്ങ് വരുമ്പോഴത്തേക്കും, നമ്മളത് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് മാറി അത് കുറച്ചുകൂടി തിന്നാവും അല്ലേ? കുറച്ചുകൂടി തിന്നാവും. ബിക്കോസ് അത് കോൺട്രാക്ഷൻ വരും, ലാറ്റർ കോൺട്രാക്ഷൻ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പാണെന്ന് മാറുന്നത്. അപ്പോൾ ഷേപ്പ് മാറിയ ഏത് മോഡുലസ്? ഷിയർ മോഡുലസ്. അതുകൊണ്ട് അത് കറക്റ്റാണ്. റീസൺ ഇസ് കറക്റ്റ്. കാര്യം മനസ്സിലായാലോ? ഇനി റീസൺ എന്താ? ആ കോയിൽ സ്പ്രിങ് കോപ്പർ ഹാസ് മോർ ടെൻസൈൽ സ്ട്രെങ്ത് ദാൻ ദി സ്റ്റീൽ സ്പ്രിങ് ഓഫ് സെയിം ഡയമെൻഷൻ. കോപ്പറിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഇസ് മോർ ദാൻ സ്റ്റീൽ. അത് കറക്റ്റാണോ? അത് കറക്റ്റ് അല്ല. ഓക്കെ, അറിയാലോ, നമ്മുടെ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് കോപ്പറിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. കോപ്പറിനല്ല, സ്റ്റീലിനാണ് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ദാറ്റ് ഇസ് അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ്. കാര്യം മനസ്സിലായാലോ? ഓർത്താൽ മതി. ഈ കോപ്പറിൻ്റെ എന്ന് പറഞ്ഞാലേ, കോപ്പറിൻ്റെ അല്ല, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കൂടുതൽ. ഓക്കെ, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എത്രയാണെന്നറിയാമോ? 2 × 10⁻11 ആണ്. 2 × 10⁻11. ഇതെന്താ? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ തരും അങ്ങനെ കാണുന്നത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എത്രയാണ്? 2 × 10⁻11. ഓക്കെ, അടുത്തത് നീറ്റ് 2021. Velocity of a small ball of mass capital M and density D when dropped in a container filled with glycerine becomes constant after some time. If the density of the glycerine is D/2, then the viscous force acting on the ball is. Okay, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ, മറ്റേ വിസ്കസ് ഫോഴ്സും പിന്നെ ബോയൻസി ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൻ ഡ്രോപ്പിൻ്റെ അതേ കേസാണ്. നമ്മൾ റെയിൻ ഡ്രോപ്പ് മോളിൻ്റെ താഴേക്ക് വരുന്നതനുസരിച്ച് അതിൻ്റെ താഴോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറച്ച് കഴിയുമ്പോൾ ക്യാൻസൽ ഔട്ട് ആയി പോകും. എന്താ കാര്യം?
കാരണം അതിന് പുറത്ത് രണ്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് വരും അല്ലേ. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് രണ്ട് ഫോഴ്സ് വരും. ഏതൊക്കെയാ ഫോഴ്സ്? ഒന്ന് ബോയൻസി ഫോഴ്സ്, പിന്നെ ഒന്ന് വിസ്കസ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് തന്നെ ഇവിടെ പറയുന്നത് സ്മോൾ ബോൾ ആണെങ്കിലും റെയിൻ ഡ്രോപ്പ് ആണെങ്കിലും എല്ലാം സെയിം ഒക്കെ തന്നെ. സോ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മൾ ആ ബോൾ തിരിക്കട്ടെ. സോ എന്തൊക്കെ ഫോഴ്സാണ് ഉള്ളത്? താഴോട്ട് mg ഫോഴ്സ് വരും അല്ലേ. പിന്നെ മുകളിലേക്ക് രണ്ട് ഫോഴ്സസ് അല്ലേ. ഏതൊക്കെ ഫോഴ്സാണ്? ഒന്ന് ബോയൻസി ഫോഴ്സ് അല്ലേ, ബോയൻസി ഫോഴ്സ് ഉണ്ട്. പിന്നെ എന്തുവാ? വിസ്കസ് ഫോഴ്സ് ഉണ്ട്. കാര്യം മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇത് അറിയാം, ബാലൻസ് ആയി പോകും അല്ലേ. കോൺസ്റ്റന്റ് വെലോസിറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടും കൂടി എല്ലാ ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. എന്നിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ഇതായിരിക്കും ഈ ബോൾ അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പ് താഴോട്ട് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടിൻ്റെ കൂടി സമ്മ് mg ആയിട്ടാക്കി ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം FB പ്ലസ് FV, ബോയൻസി ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വിസ്കസ് ഫോഴ്സ് തന്നെ വേണ്ടേ. വിസ്കസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? F ഈസ് ഈക്വൽ ടു mg മൈനസ് FBA. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് SB എന്ന് കൺവേർട്ട് ചെയ്ത് FB എന്ന് പറയുമ്പോൾ എത്ര വരും? FB എന്ന് പറഞ്ഞാൽ എന്താ? FB എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതല്ലേ വിസ്കസ് ബോയൻസി ഫോഴ്സ് അല്ലേ. ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു വോളിയം ഓഫ് സബ്മർജ്ഡ്. ഒരു ബോഡി സബ്മർജ് ചെയ്തേക്കുന്ന വോളിയം പിന്നെ ഇൻറ്റു എന്താണ്? ഗ്രാവിറ്റിയാണ്. പഠിച്ചിട്ടുണ്ടാവല്ലോ. സോ ആ വാല്യൂക്ക് പുട്ട് ചെയ്താൽ മതി. അപ്പം mg മൈനസ് ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് തന്നിട്ടുണ്ട് എത്രയാണ്? d/2 ആണ് അല്ലേ. അപ്പം d/2 ഇൻറ്റു വോളിയം, സബ്മർജ്ഡ് വോളിയം എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ വോളിയം വരും. കാരണം ഫുള്ള് ആ ലിക്വിഡിൻ്റെ അകത്താണ്. അപ്പോൾ മൊത്തം വോളിയമാണ് സബ്മർജ്ഡ് വോളിയം. അതെത്ര വരും? വോളിയം എന്ന് പറയുമ്പോൾ എന്താണ് എത്ര വരും? വോളിയം ഇസ് ഈക്വൽ ടു വി തന്നെ അല്ലേ. മൊത്തം വോളിയം വി തന്നെ വെക്കാം ഇൻറ്റു ജി. ക്ലിയർ ആണല്ലോ. ഇനി മാസ് നമുക്കറിയാം, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. കാരണം ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ബോഡിൻ്റെ ഡെൻസിറ്റി എത്രയാട്ടെ? ബോഡിൻ്റെ ഡെൻസിറ്റി D ആണ് തന്നിട്ടുണ്ട്. അതിന് വോളിയം V ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എമ്മിനെ പകരം, ക്യാപിറ്റൽ എമ്മിനെ പകരം എന്ത് എഴുതാം? D ഇൻറ്റു V എന്ന് എഴുതാമല്ലോ. കാര്യം മനസ്സിലായോ? ബോഡിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എമ്മിനെ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. ബോഡിൻ്റെ ഡെൻസിറ്റി D ആണ്, വോളിയം V ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? ഈ സ്ഥലത്തിൽ നമുക്ക് M ആയിട്ട് എഴുതാമല്ലോ. ശരിയല്ലേ. അപ്പോൾ എന്തോ വരും? ദറ്റ് ഇസ് mg മൈനസ് ഇത് mg/2. അപ്പോൾ mg മൈനസ് mg/2 എന്ന് പറയുമ്പോൾ mg/2 തന്നെ. അപ്പോൾ ഇവിടെ ഏതാ വിസ്കസ് ഫോഴ്സ് എത്ര? വിസ്കസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg/2 ആണ്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി സി ആൻസർ. എന്നിട്ട് ബോയൻസി ഫോഴ്സും mg/2 ആണ്, പിന്നെ വിസ്കസ് ഫോഴ്സും mg/2 ആണ്. ഇത് രണ്ടും കൂടി എത്തിയും ഈ mg ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആകും. ഈ റെയിൻ ഡ്രോപ്പ് അല്ലെങ്കിൽ ബോൾ താഴോട്ട് വരുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ പേരെന്താ? ടെർമിനൽ വെലോസിറ്റി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, capillary tube. A capillary tube of radius small r is immersed in a water and water rises into its height small h. The mass of the water in the capillary is 5 gram. Another capillary tube of radius 2r is immersed in the water. Then the mass of the water that will rise in the tube is. Okay. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ. സോ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷനാണ് അല്ല, ഇത് തിയറി ആയിട്ട് പഠിച്ചാലും മതി. എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ബീക്കർ തിരിക്കട്ടെ. ഓക്കെ. ഈ ബീക്കറിൽ നമ്മളൊരു ക്യാപ്പിലറി ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ്. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് നിൽക്കട്ടെ. ഓക്കെ. ഇസ് നമ്മുടെ ഫ്ലൂയിഡ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്യാപ്പിലറി റൈസ് ആണല്ലോ. ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നായിരിക്കും. ഞാനിപ്പോൾ തിക്കായിട്ട് വരച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. സോ അതെ, ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഇത് മൊത്തം ലിക്വിഡാണ് അല്ലേ. ഇത് മൊത്തം ലിക്വിഡാണ്. ലിക്വിഡ് എന്ത് ചെയ്യും? ഈ ക്യാപ്പിലറി ട്യൂബിലങ്ങ് റൈസ് ആവും. അതാണ് ക്യാപ്പിലറി റൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്യാപ്പിലറി ട്യൂബിലങ്ങ് റൈസായി. അപ്പോൾ അതിൻ്റെ ആ ക്യാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് സ്മോൾ h ആണെന്നിരിക്കട്ടെ. നമുക്ക് എന്താ വേണ്ടത്? ആദ്യമേ റേഡിയസ് എന്തായിരുന്നു? റേഡിയസ് സ്മോളാർ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുന്നത്, ഈ റൈസ് ചെയ്ത വാട്ടർ, ഇതാണല്ലോ റൈസ് ചെയ്ത വാട്ടർ, റൈസ് ചെയ്ത ലിക്വിഡ്.
ആ ക്യാപ്പിലറി റൈസ് ചെയ്ത ലിക്വിഡിൻ്റെ മാസ് തന്നിട്ടുണ്ട് എത്രയാണ് 5 grams ആണ്. ഇനി അതേസമയം അതിൻ്റെ റേഡിയസ് 2r ആയാൽ അപ്പോൾ മാസ് എത്ര ആയിരിക്കും അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ തന്നെ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അതായത് നമുക്കറിയാം ഈ ക്യാപ്പിലറി ട്യൂബിൽ വാട്ടർ മുകളിലോട്ട് റൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്ത് പ്രോപ്പർട്ടി കാരണമോ? ബിക്കോസ് ഓഫ് സർഫേസ് ടെൻഷനാണ് അല്ലേ? പഠിച്ചിട്ടുണ്ടാവും വാട്ടറിന് എന്തുണ്ട്? വാട്ടറിന് സർഫേസ് ടെൻഷനുണ്ട് അല്ലേ? അഡേസീവ് ഫോഴ്സ് പൊവേസീവ് ഫോഴ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ വാട്ടറിൻ്റെ സർഫേസ് ടെൻഷൻ കാരണമാണ് ഈ ക്യാപ്പിലറി ട്യൂബിൻ്റെ അകത്തൂടെ വാട്ടർ ഇങ്ങനെ റൈസ് ചെയ്ത് പോകാനുള്ള കാര്യം. അപ്പോൾ ക്യാപ്പിലറി ട്യൂബിനകത്തുള്ള ഈ സർഫേസ് ടെൻഷനാണ് ഈ വാട്ടറിൻ്റെ മാസിന് എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ഈ വാട്ടർ ഈ ട്യൂബിനകത്തുള്ള റൈസ് ചെയ്തേക്കുന്ന വാട്ടർ മാത്രം തൽക്കാലം നമുക്ക് മൈൻഡ് ചെയ്യാം. ആ വാട്ടർ ഇതല്ലേ? ഇത്രയും വാട്ടറാണ് റൈസ് ചെയ്തത്. റൈസ് ചെയ്ത വാട്ടർ ഇത്രയുമാണ് അല്ലേ? അപ്പോൾ ഇത്രയും വാട്ടറിൻ്റെ കുറച്ച് മാസ് കാണുമല്ലോ. നമ്മൾ ആ ബീക്കറിനകത്തുള്ള വാട്ടർ മൈൻഡ് ചെയ്യുന്നില്ല. ആ ട്യൂബിനകത്തുള്ള വാട്ടർ മാത്രം നമുക്ക് നോക്കാം. ആ ട്യൂബിനകത്തുള്ള വാട്ടറിൻ്റെ മാസ്, ഇത്രയും വാട്ടറിൻ്റെ മാസ് എം ആണെന്നിരിക്കട്ടെ. ക്ലിയർ ആണല്ലോ? സ്മോൾ എം ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്ര കാണും? സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് താഴോട്ട് വെയിറ്റ് എത്ര കാണും? വെയിറ്റ് ഈസ് ഈക്വൽ ടു mg ആയിരിക്കുമല്ലോ. ആ വെയിറ്റ് mg ആണ്. അപ്പോൾ ഇത്രയും മാസ്, അത്രയും വെയിറ്റ് ആ ട്യൂബിൻ്റെ അകത്ത് താഴോട്ട് കിടക്കുവാണ് അല്ലേ? അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് മുകളിലോട്ടൊരു ഫോഴ്സ് വേണമല്ലോ. ആ ഫോഴ്സ് ചെയ്ത ഫോഴ്സ് അത് സർഫേസ് ടെൻഷനാണ് അല്ലേ? അപ്പോൾ സർഫേസ് ടെൻഷൻ വരച്ച് സർഫേസ് ടെൻഷൻ ഡയറക്ഷൻ നമുക്കറിയാം. നമ്മൾ സർഫേസ് ടെൻഷന് ലിക്വിഡ് സർഫേസിൻ്റെ മുകളിലാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ? ടാൻജൻഷ്യലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അലോങ് ദി ലിക്വിഡ് സർഫേസ്. അപ്പോൾ ലിക്വിഡ് സർഫേസിൻ്റെ ഈ ഡയറക്ഷനാണ് സർഫേസ് ടെൻഷൻ്റെ ഡയറക്ഷൻ അല്ലേ? അതേപോലെ ഇവിടെയും അതേപോലെ സർഫേസ് ടെൻഷൻ ഉണ്ടാവും. സർഫേസ് ടെൻഷൻ അലോങ് ദി ലിക്വിഡ് സർഫേസ്. അത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഇതാണ് നമ്മൾ ആ ക്യാപ്പിലറി ട്യൂബ്. അപ്പോൾ അതേ വാട്ടറിൻ്റെ റൈസ് ഇങ്ങനെയാണ്. ഇതാണ് വാട്ടർ റൈസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ മെനിസ്കസ് എന്നാണ് പറയുന്നത്. പഠിച്ചിട്ടുണ്ടാവല്ലോ. വാട്ടർ റൈസ് ചെയ്യുമ്പോൾ മുകളിൽ ഒരു സ്പിയർ പോലത്തെ ഒരു ഷേപ്പ് ഫോം ചെയ്യും. ആ സ്പിയറാണ് എന്ത്? മെനിസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനിസ്കസിൻ്റെ പുറത്തൂടെ നമ്മൾ സർഫേസ് ടെൻഷൻ മാർക്ക് ചെയ്യുമ്പോൾ സർഫേസ് ടെൻഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ലിക്വിഡ് സർഫേസിൻ്റെ പുറത്ത് ഇങ്ങനെ ടാൻജൻഷ്യൻ പോലെയാണ് വരുന്നത്. അതാണ് സർഫേസ് ടെൻഷൻ്റെ ഡയറക്ഷൻ. അതാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. കാര്യം മനസ്സിലായാലോ? ഇതാണ് നമ്മുടെ പോയിന്റ് ചെയ്ത് സർഫേസ് ടെൻഷൻ്റെ ഡയറക്ഷൻ. എന്താ? കാരണം നമ്മുടെ സർഫേസ് ടെൻഷൻ്റെ ഡയറക്ഷൻ നമ്മൾക്ക് സർഫേസ് ടെൻഷൻ ടി. ഇനി ഈ ആംഗിൾ ഏത് ആംഗിളാണ്? ഈ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് ആംഗിൾ ഓഫ് കോൺടാക്ട് അല്ല? ആംഗിൾ ഓഫ് കോൺടാക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. ആംഗിൾ ഓഫ് കോൺടാക്ട്. അപ്പോൾ ഇത് ആംഗിൾ ഓഫ് കോൺടാക്ട് ആണ്. ടാൻജൻഷ്യലും ലിക്വിഡ് സർഫേസും പിന്നെ ആ ലിക്വിഡ് സർഫേസിന് പുറത്തുള്ള ടാൻജൻഷും പിന്നെ ഈ സോളിഡ് സർഫേസ് തമ്മിൽ ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് കോൺടാക്ട്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് കോൺടാക്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് തിരിക്കുകയാണ്. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തീറ്റയല്ലേ? തീറ്റയാണല്ലോ. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് എഴുതാം. ഈ ഒരു കോമ്പണൻറ്റും ഈ ഒരു കോമ്പണൻറ്റ്. കാര്യം മനസ്സിലാവുക. ഇതാണ് നമ്മുടെ സർഫേസ് ടെൻഷൻ ടി. കണ്ടാണ്? ഇതാണ് സർഫേസ് ടെൻഷൻ ടി. ഈ ആംഗിളാണ് തീറ്റ. ഇതേ തീറ്റ ആയത് ഇതും തീറ്റ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിതിനെ രണ്ട് കോമ്പണൻ്റ് ആയിട്ട് തിരിക്കാം. ഈ ഒരു കോമ്പണൻറ്റും ഈ ഒരു കോമ്പണൻറ്റ് അല്ലേ? ഈ കോമ്പണൻറ്റ് ഇതായിരിക്കും ടി കോസ് തീറ്റ ആയിരിക്കും അല്ലേ? ഇത് ഇതായിരിക്കും ടി സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് ടി കോസ് തീറ്റ, അല്ലെങ്കിൽ ടി സൈൻ തീറ്റ. ക്ലിയറാണല്ലോ? ഇതേപോലെ ഇവിടെ രണ്ട് കോമ്പണൻറ്റ് വരുമല്ലോ. ഇത് ഇവിടെ ഒരു ടി കോസ് തീറ്റ വരും. പിന്നെ ഇങ്ങോട്ടേക്ക് ടി സൈൻ തീറ്റ. ശരിയല്ലേ? ഇത് ടി കോസ് തീറ്റ. ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നോക്കി ഈ രണ്ട് ഫോഴ്സ് അങ്ങോട്ടും ക്യാൻസൽ ആയി പോകുമല്ലോ. കാരണം ഇങ്ങോട്ടേക്ക് ഇത് ടി സൈൻ തീറ്റ, ഇങ്ങോട്ടേക്ക് ടി സൈൻ തീറ്റ, ഇങ്ങോട്ടേക്ക് ടി സൈൻ തീറ്റ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങോട്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചമുള്ള ഫോഴ്സ് ചെയ്ത് അതായത് നോക്കിയാൽ രണ്ട് ഫോഴ്സും മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ ടി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ രണ്ട് മുകളിലേക്കാണ്. അപ്പോൾ കാര്യം മനസ്സിലായാലോ? ഈ ഡയറക്ഷനിലേക്കാണ് എന്ത്? സർഫേസ് ടെൻഷൻ ടി. അതിൻ്റെ കോപ്പറൻറ്റ് എടുക്കുമ്പോൾ മുകളിലോട്ട് രണ്ട് കോപ്പറൻറ്റ് വരും, സൈഡിലേക്ക് രണ്ട് കോപ്പറൻറ്റ് വരും. ഇപ്പോൾ സൈഡിലേക്കുള്ള കോപ്പറൻറ്റ് ഓപ്പോസിറ്റ് ആണ്, തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നെ മുകളിലേക്കുള്ള കോപ്പറൻറ്റ് ആണ് ടി കോസ് തീറ്റ. കാര്യം മനസ്സിലായാലോ? ഈ ഇതുപോലത്തെ എത്ര ടി കോസ് തീറ്റ ഉണ്ട്? അപ്പോൾ ചില പറയും സാർ 5 ടി കോസ് തീറ്റയേ ഉള്ളൂ. അപ്പം നെറ്റ് ഫോഴ്സ് എത്ര വരും? 2 ടി കോസ് തീറ്റ വരും. അങ്ങനെയാണോ? അല്ല, 2 ടി സൈൻ തീറ്റ അല്ല. ഇതുപോലത്തെ ശരിക്കും എത്ര ടി കോസ് തീറ്റ ഉണ്ടാവും? 2πr ടി കോസ് തീറ്റ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? കാരണം നമ്മളിപ്പോൾ 2 ഡയമെൻഷൻ ആയിട്ടാണ് നോക്കുന്നത്. 2 ഡയമെൻഷൻ ആയിട്ട് നോക്കുമ്പോൾ നമ്മളിവിടെ 2 പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഇത് 3 ഡയമെൻഷനാണ്. നമ്മൾ ആ ക്യാപ്പിലറി ട്യൂബിന് മുകളിൽ കൂടെ നോക്കുമ്പോൾ ശരിക്കും ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി കോസ് തീറ്റ 2 മാത്രമല്ല, ഇത് ഇവിടെ ഒരു ടി കോസ് തീറ്റ ഉണ്ടാവും, ഈ പോയിന്റ് ടി കോസ് തീറ്റ ഉണ്ടാവും, ഈ പോയിന്റ് ടി കോസ് തീറ്റ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഇത് സർക്കിൾ അല്ല, ഇത് ഓവൽ പോലെ അല്ല,
ശരിക്കും മുകളിൽ നോക്കുമ്പോൾ ഇത് സ്പിയർ പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റിൽ നിന്ന് ടി കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ പോയിന്റിൽ നിന്ന് ടി കോസ് തീറ്റ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മൊത്തം എത്രയാണ്? 2πr അല്ലേ? അപ്പോൾ 2πr ഇൻറ്റു ടി കോസ് തീറ്റ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാണ്? മുകളിലേക്കുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ടി കോസ് തീറ്റ ഇൻറ്റു 2πr ആണ്. കാര്യം മനസ്സിലായാലോ? 2t കോസ് തീറ്റ അല്ല, ടി കോസ് തീറ്റ 2πr. കാരണം അതുപോലെ 2πr കോമ്പണൻസ് ഉണ്ടാവും. ഓക്കെ, താഴോട്ട് എത്ര ഫോഴ്സാണ്? താഴോട്ട് mg ഫോഴ്സ് ആണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഈ വാട്ടറിൻ്റെ താഴോട്ടുള്ള ഫോഴ്സ് mgയും മുകളിലേക്ക് എത്രയാണ് ഫോഴ്സ്? ടി കോസ് തീറ്റ ഇൻറ്റു 2πr. അതപ്പോൾ ഈ വാട്ടർ ബാലൻസ് ചെയ്ത് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ക്യാൻസലായി പോയതല്ലേ? അപ്പോൾ ഈ ഫോഴ്സും ആ ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി പോയി? ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് പറയാം ടി കോസ് തീറ്റ ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു എന്താ? mg ആണ്. കാര്യം മനസ്സിലായാലോ? ഓക്കെ അല്ലേ? ഇത് നോക്കിയാൽ നമുക്ക് എന്താ വേണ്ടത്? ഇത് റേഡിയസ് ഡബിൾ ആക്കുമ്പോഴത്തേക്കും മാസിൻ്റെ റിലേഷൻ അല്ലേ നമുക്ക് വേണ്ടത്. നോക്കിയേ, ഇവിടെ ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ടി കോസ് തീറ്റ ആരെ ഡിപ്പെൻഡ് ചെയ്തത്? ടി കോസ് തീറ്റ മെറ്റീരിയലിനാണ് ഡിപ്പെൻഡ് ചെയ്തത്. സോളിഡ് സർഫേസിനെയും വാട്ടറിനെ ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ലിക്വിഡ് സെയിം ആണ്, ക്യാപ്പിലറി ട്യൂബ് സെയിം ആണ്, ജസ്റ്റ് റേഡിയസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് സർഫേസും സോളിഡ് സർഫേസ് സെയിം ആണെങ്കിൽ സർഫേസ് ടെൻഷൻ സെയിം ആയിരിക്കും, ആംഗിൾ ഓഫ് വാട്ടർ സെയിം ആയിരിക്കും. അപ്പോൾ ടി കോസ് തീറ്റ സെയിം ആണ്. പിന്നെ 2π എന്തെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്, സെയിം ആണ്. ഗ്രാവിറ്റിയും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ റിലേഷൻ എന്താ വരും? ദാറ്റ് ഇസ് റേഡിയസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ റേഡിയസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ റേഡിയസ് 2r ആയാലും മാസ് എത്രയാവും? മാസ് 2m മാസ് ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ നേരത്തെ 5 kg ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര kg ആയിരിക്കും? നേരത്തെ 5 grams ആയിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ എത്ര ആയിരിക്കും? 10 grams ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. കാര്യം മനസ്സിലായല്ലോ? ഇവിടെ പിള്ളേരെ തെറ്റിക്കുന്നത് എന്താണെന്ന് അറിയാം. ചിലർ വിചാരിക്കും സാർ റേഡിയസ് എന്ന് പറയുന്നത് ഡബിൾ ആയല്ലോ, അപ്പോൾ റേഡിയസ് ഡബിൾ ആകുമ്പോഴത്തേക്കും ഹൈറ്റ് അങ്ങ് പകുതിയാവും. ഹൈറ്റ് പകുതിയാകുമ്പോൾ മാസും പകുതിയാവുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഈ കോസ്റ്റീറ്റ് കണ്ടോ? ഈ കോസ്റ്റീറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഡിറാക്ഷൻ കാണിച്ചു തരാം. അപ്പോൾ h ഈസ് ഈക്വൽ ടു 2t cos തീറ്റ ഡിവൈഡഡ് ബൈ r rho g. ഇങ്ങനത്തെ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. കാര്യം മനസ്സിലായല്ലോ? 2t cos തീറ്റ ഇൻറ്റു r rho g. അതായത് നമ്മൾ മാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോറി, cos തീറ്റനല്ല, മാസിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മാസിൽ നമ്മൾ വോളിയം ഡെൻസിറ്റി ഡൊമസ്റ്റിക് കൊണ്ടുവന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് r rho g എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹൈറ്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ഡബിൾ ആയാൽ ഹൈറ്റ് ഹാഫ് ആകും. പക്ഷേ റേഡിയസ് ഡബിൾ ആയാലും മാസ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് റേഡിയസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മാസ്, പക്ഷേ റേഡിയസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും കൂടി ഓർത്ത് വെക്കുക. റേഡിയസ് ഇസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മാസ്, പക്ഷേ റേഡിയസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഹൈറ്റ്. അപ്പോൾ റേഡിയസ് r ചെയ്ത് 2r ആയാൽ മാസ് ഡബിൾ ആകും, പക്ഷേ ഹൈറ്റ് പകുതിയായിരിക്കും. കാര്യം മനസ്സിലാക്കും. കാരണം അതിൻ്റെ വണ്ണം കൂടുമല്ലേ? അപ്പോൾ വണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വോളിയം കൂടും. അപ്പോൾ വോളിയം കൂടുമ്പോഴത്തേക്കും കൂടുതൽ മാസം അക്കോമഡേറ്റ് ചെയ്യും, പക്ഷേ ഹൈറ്റ് പഴയ പോലെ ഉണ്ടാവില്ല, ഹൈറ്റ് പകുതിയായി മാറുകയും ചെയ്യും. കാര്യം മനസ്സിലായാലോ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, 10 grams. അടുത്ത ക്വസ്റ്റ്യൻ, a small hole of area of cross section 2 millimeter square is present near the bottom of a fully filled open tank of height 2 meter. G is equal to 10 meter per second square. The rate of the flow of water through the open hole would be. എന്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത്? ടോറിസറി ലോൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ? ബെർണോളിസ് തിയറമിൻ്റെ ആപ്ലിക്കേഷൻ ആണ് അല്ലേ? ടോറിസറി ലോ ആണ്, പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഒരു ബീക്കർ അല്ലേ? ഈ ബീക്കറിൻ്റെ ബീക്കറിനകത്ത് വാട്ടറിൻ്റെ ലെവൽ തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ ലെവൽ എത്രയാണ്? വാട്ടറിൻ്റെ ലെവൽ ദാറ്റ് ഈസ് വാട്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? വാട്ടറിൻ്റെ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു 2 meter ആണ് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താ പറയുന്നത്? താഴെ ബോട്ടമിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അല്ലേ? താഴെ ബോട്ടമിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെ പാസ് ചെയ്യുന്ന വാട്ടറിൻ്റെ റേറ്റ് ആണ് വേണ്ടത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദി ഹോൾ. അപ്പോൾ നമുക്ക് ഈ ഹോളിൽ കൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാനോ അല്ലേ? ടോറിസറി ലോൻ്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ആയിരിക്കും. പഠിച്ചിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh when h is the height of the liquid അല്ലേ? അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട് h, അപ്പോൾ വെലോസിറ്റി 2gh ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 2 ×
ജീൻ്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാ? 2 മീറ്റർ അതല്ല. അപ്പോൾ എത്ര വരും? √14 അല്ലേ അല്ലേ? √40 അത്രയും എന്താണ് മീറ്റർ പെർ സെക്കൻഡ് വരും. നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട? റേറ്റ് ഓഫ് ഫ്ലോ അല്ലേ വേണ്ടേ? റേറ്റ് ഓഫ് ഫ്ലോ എങ്ങനെ കിട്ടും? റേറ്റ് ഓഫ് ഫ്ലോയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഏരിയ ഓഫ് നമ്മൾ മറ്റേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ദാറ്റ് ഈസ് എന്തായിരുന്നു? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതിൽ ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വോളിയം ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി വോളിയം ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇതിനാണ് നമ്മൾ ശരിക്കും എ വി സി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ആക്ച്വലി റേറ്റ് ഓഫ് ഫ്ലോ ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈമിൽ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് കിട്ടുക. അതാണ് എന്ത് നമ്മുടെ ഈ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ. റേറ്റ് ഓഫ് ഫ്ലോയുടെ ഇക്വേഷൻ എന്താ? ഒന്നെങ്കിൽ വോളിയം പാസിംഗ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി നമുക്ക് കിട്ടിയല്ലോ. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാ? ഏരിയ ഇസ് ഈക്വൽ ടു 2 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ എന്ന് പറയുമ്പോൾ 2 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 2 × 10⁻⁻⁶ എന്ന് വരും. ശരിയായി. ഇൻറ്റു √40 എന്ന് പറയുമ്പോൾ എത്ര വരും? √40 എന്ന് പറയുമ്പോൾ ഒരു 6 പോയിൻറ്റ് സംതിങ് വരത്തില്ലേ അല്ലേ? 36ൻ്റെ √6 ആണ് അല്ലേ? പിന്നെ 7ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ഉള്ളൂ അല്ലേ? 49 വരെ പോകും. ഇതിപ്പോൾ 40 ഉള്ളൂ. ഒരു 6.3 അത്രയൊക്കെ വരത്തുള്ളൂ. 6 പോയിൻറ്റ് സംതിങ് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അപ്രോക്സിമേറ്റ് എടുത്താൽ മതി. കറക്റ്റ് വേണമെന്നില്ല. അപ്പോൾ ഒരു 12 പോയിൻറ്റ് സംതിങ് കിട്ടും. 12 പോയിൻറ്റ് സംതിങ് × 10⁻⁻⁶. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഇതാ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, അപ്രോക്സിമേറ്റ് മതി. √40 എന്ന് പറയുമ്പോൾ ഒരു 6 പോയിൻറ്റ് സംതിങ് × 2 എന്ന് പറയുമ്പോൾ 12 പോയിൻറ്റ് സംതിങ്. അപ്പോൾ 12 പോയിൻറ്റ് സംതിങ് × 10⁻⁻⁶. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒഡീസ നീറ്റ് 2019. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 small spherical metal balls having equal mass are made up of are made from material of density D1 and D2, where D1 is equal to 8 D2, and having radii of 1 millimeter and 2 millimeter respectively. They are made to fall vertically from rest in a viscous medium whose coefficient of viscosity equals eta and whose density is 0.1 D2. അങ്ങനെയാണെങ്കിൽ നമുക്ക് the ratio of terminal velocity would be. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 മെറ്റൽ സ്ഫെറിക്കൽ ബോൾസ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൻ ഡ്രോപ്പിൻ്റെ അതേ കേസാണ് അല്ലേ? അതായത് 2 ബോൾസിൻ്റെ താഴോട്ട് ഫോൾ ചെയ്യുകയാണ് അല്ലേ? 2 ബോൾസ് ആർ ഫോളിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ആ 2 ബോൾസിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. റേഡിയസും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ടെർമിനൽ വെലോസിറ്റിൻ്റെ റേഷ്യോ വേണ്ടത് അല്ലേ? അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? VT ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? 2/9 × r² into rho minus sigma into g divided by meter. And that equation, the terminal velocity is equal to 2/9 r² rho minus sigma g divided by eta. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് മാറുന്നതെന്ന് നോക്കിയത്? ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. 2 ബോഡീസിൻ്റെയും ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. റേഡിയസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റി റേഡിയസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ജി സെയിം ആണല്ലോ അല്ലേ? വിസ്കോസിറ്റി സെയിം ആണ്. ബിക്കോസ് സെയിം ലിക്വിഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേണ്ടതെന്ന് വയ്ക്കാം. ഈ ടേംസ് ഒന്നും വേണ്ട. അതായത് 2/9 ഒക്കെ കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ഇത് എടുക്കണമെന്നില്ല. പിന്നെ വിസ്കോസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്. കാരണം സെയിം മീഡിയം തന്നെ. അപ്പോൾ അത് എടുക്കണ്ട. ജി കോൺസ്റ്റൻ്റ് അതും എടുക്കണ്ട. അപ്പോൾ ആകെ മാറുന്നത് എന്തൊക്കെയാണ്? റേഡിയസും മാറുന്നുണ്ട്, ഡെൻസിറ്റിയും മാറുന്നുണ്ട്. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം VT ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു r² × rho minus sigma. ഇത് മാത്രം എടുത്താൽ മതി അല്ലേ? നമുക്ക് റേഷ്യോ അല്ലേ വേണ്ടേ? അപ്പോൾ VT1 / VT2 ഇസ് ഈക്വൽ എന്താ വരും? r1² / r2² into sigma1 minus rho divided by rho1 minus sigma divided by rho2 minus sigma. ശരിയാണല്ലോ? സോൾവ് ചെയ്ത് എത്ര കിട്ടുന്നത്? r1 r2 വാല്യൂ എത്രയാണ്? r1 1 മില്ലിമീറ്ററും 2 മില്ലിമീറ്റർ. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1 × സ്ക്വയർ ഡിവൈഡ് ബൈ
ടു ഇൻറ്റു സ്ക്വയർ. ശരിയല്ലേ? മില്ലിമീറ്റർ ആണ്, അത് മീറ്റർ ആക്കേണ്ട ആവശ്യമില്ല, കാരണം എന്തായാലും ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ ഇൻറ്റു ഡെൻസിറ്റി. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ബോഡിയാണ്. അപ്പോൾ ബോഡീൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് D1 D2. അതിൽ D1 D2യുടെ റിലേഷൻ ഉണ്ട് അല്ലേ? D1 is equal to 8 D2. പിന്നെ മീഡിയത്തിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ? മീഡിയത്തിൻ്റെ ഡെൻസിറ്റി ഈസ് 0.1 D2. ദാറ്റ് ഈസ് സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സിഗ്മ ഇസ് ഈക്വൽ ടു 0.1 D2. ഒരു കാര്യം ചെയ്യാം, എല്ലാം D2യുടെ ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം D2യുടെ ടേംസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ റോ വൺ എന്ന് പറയുമ്പോൾ D1 നമുക്ക് എന്ത് എഴുതാം? D1 എന്ന് പറയുമ്പോൾ 8 D2 ആണ്. അപ്പോൾ 8 D2 മൈനസ് സിഗ്മ എന്ന് പറയുമ്പോൾ എത്ര? സിഗ്മ ഇസ് ഈക്വൽ ടു 0.1 D2. അപ്പോൾ 0.1 D2 അല്ലേ, ഡിവൈഡഡ് ബൈ D2. റോ 2 എന്ന് പറയുമ്പോൾ D2. അത് എത്രയാണ്? D2 തന്നെ എഴുതാം. D2 മൈനസ് സിഗ്മ എന്ന് പറയുമ്പോൾ 0.1 D2. സോൾവ് ചെയ്തെടുത്താൽ മതി, കഴിഞ്ഞു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 എന്ന് വരും. 1 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 8 D2 മൈനസ് 0.2. നമുക്കൊന്ന് D2 ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം, കോമൺ ചെയ്ത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ 8 മൈനസ് 0.1 എന്ന് പറയുമ്പോൾ എത്ര? 8 മൈനസ് 0.1 എന്ന് പറയുമ്പോൾ 7.9 ആണ് അല്ലേ? അപ്പോൾ ഇത് 7.9 ഡിവൈഡഡ് ബൈ താഴെ ഇത് 1 മൈനസ് 0.1 എന്ന് വരത്തില്ലേ? 1 മൈനസ് 0.1 എന്ന് പറയുമ്പോൾ 0.9 ആണ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 0.9 എന്ന് വരും അല്ലേ? പിന്നെ ഇതിൽ നിന്ന് പോയിട്ട് അങ്ങ് ക്യാൻസൽ ആയി പോയി അല്ലേ? അപ്പോൾ എന്താ വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു 79 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 9. ദാറ്റ് ഇസ് ഈക്വൽ ടു 79 ഡിവൈഡ് ബൈ 36 എന്ന് വരും. ശരി, 79 ഡിവൈഡ് ബൈ 36 ആണ് എന്ത്? VT1 ഡിവൈഡ് ബൈ VT2. ടെർമിനൽ വെലോസിറ്റിൻ്റെ റേഷ്യോ. ദാറ്റ് ഇസ് ഓപ്ഷൻ 79/36, ഓപ്ഷൻ ഡി. മനസ്സിലായാലും ഈസി ക്വസ്റ്റ്യൻ ആണ്, ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് 2019 ആണ്. A soap bubble having a radius of 1 millimeter is blown from a detergent solution having surface tension 2.5 into 10⁻⁻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 ⁻
below the liquid surface, below the free surface of the water in a container, taking G is equal to 10 meter per second square. The density of the water is equal to 10 raised to 3 kilogram per meter cube. The value of Z is. The question മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു സോപ്പ് ബബിൾ തന്നിട്ടാണ് അല്ലേ? ഒരു സോപ്പ് ബബിൾ തന്നിട്ടുണ്ട്. ആ സോപ്പ് ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 1 millimeter അല്ലേ? പിന്നെ അതിൻ്റെ സർഫേസ് ടെൻഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 2.5 into 10⁻². നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ അകത്ത് കാണുന്ന പ്രഷർ ഈസ് ഈക്വൽ ടു ആ പോയിന്റ് ഇൻസൈഡ് ദ ലിക്വിഡ് സർഫേസ്. അപ്പോൾ ആ പോയിന്റിൻ്റെ ഡെപ്ത് എത്രയാണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോക്കിയാൽ ഇതാണ് നമ്മുടെ സോപ്പ് ബബിൾ. ഈ സോപ്പ് ബബിളിനകത്തുള്ള പ്രഷർ, ഈ സോപ്പ് ബബിളിനകത്തുള്ള പ്രഷർ ടീൻ്റെ വാല്യൂ ഇസഡ് ആണെന്നാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുള്ള റേഡിയസ് എത്രയാണ്? R is equal to എത്രയാ? 1 millimeter. നമുക്ക് എന്താ വേണ്ടത്? ഇത്രയും തന്നെ പ്രഷർ വേറൊരു പോയിന്റിൽ, അല്ല പ്രഷർ ഇസഡ് എന്നല്ല, പ്രഷർ P ആണ് തിരികട്ടെ. ഇത്രയും തന്നെ പ്രഷർ വരുന്ന വേറൊരു പോയിന്റ് ബിലോ ദ ലിക്വിഡ് സർഫേസ്. നമ്മുടെ ബീക്കറും മിക്ചർ. ഇതാണ് നമ്മുടെ വാട്ടർ. അപ്പോൾ വാട്ടർ ലിക്വിഡ് സർഫേസിൻ്റെ ഡെപ്തിൽ ഒരു ഇസഡ് എന്ന് പറയുന്ന പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ ഇസഡിൻ്റെ പ്രഷറും P തന്നെയാണ്, ഈ ബബിളിൻ്റെ പ്രഷർ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ട് ഈ ഇസഡിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബബിളിൻ്റെ അകത്തുള്ള പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ബബിളിൻ്റെ അകത്തുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? പ്രഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P is equal to എത്രയാണ്? 4T divided by R ആണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into സർഫേസ് ടെൻഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.5 into 10⁻² ഡിവൈഡ് ബൈ റേഡിയസ് എത്രയാണ്? 1 millimeter. 1 into 10⁻³ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന? ഇത് 10 അല്ലേ? അപ്പോൾ 10 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10⁻⁻1 വരും. അപ്പോൾ 100 എന്ന് കിട്ടുന്നില്ല, 100. അപ്പോൾ 100 ഫാസ്കൽ എന്ന് കിട്ടും. അപ്പോൾ ഈ ബബിളിൻ്റെ അകത്തുള്ള പ്രഷർ എത്രയാണെന്ന് കിട്ടി? 100 ഫാസ്കൽ എന്ന് കിട്ടി. ഇത്രയും തന്നെ പ്രഷർ വരുന്ന വേറൊരു പോയിന്റാണ് ഇസഡ്. അപ്പോൾ ആ ഇസഡിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് ആലോചിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെപ്ത്
ഡെപ്തിനകത്ത് കണ്ടുപിടിക്കുന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ, ഡെപ്തിൽ കാണുന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ എത്രയാണ്? അതായത് നമുക്കറിയാം ഗോജ് പ്രഷറിൻ്റെ ആ ഗോജ് പ്രഷർ എച്ച് റോ ജി ആണ്. അപ്പോൾ ആ എച്ച് റോ ജി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ 100 പിന്നോട് ഈക്വൽ ആയിരിക്കും, 100 പാസ്കലിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ട? ആ എച്ചിൻ്റെ വാല്യൂ അല്ലേ വേണ്ടേ? എച്ചിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അതായത് ഇസഡ് ആണ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഇൻടു ജി. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ ഡെൻസിറ്റി. എത്ര? ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 10⁻3. അപ്പം 10⁻3 ഇൻടു 10 എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 10⁻² എന്ന് വരത്തില്ല, അത്രയും മീറ്റർ. അപ്പം എച്ച് അല്ലെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എത്ര? 10⁻² മീറ്റർ. ഓപ്ഷൻ ഇത് വരും സെൻറ്റിമീറ്ററിലല്ല. അപ്പോൾ സെൻറ്റിമീറ്റർ ഇസ് 10⁻² മീറ്റർ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ അല്ല, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ചെയ്ത ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ദാറ്റ് ഇസ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ലിക്വിഡ് സർഫേസ് ഇത് 1 സെൻറ്റിമീറ്റർ താഴെ കാണുന്ന പ്രഷറും ഈ ബബിളിനകത്ത് കാണുന്ന പ്രഷർ ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. The bulk modulus of a liquid is 3 into 10⁻10 Newton per meter square. The pressure required to reduce the volume of the liquid by 2% is. Okay, അപ്പോൾ ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? വോളിയം പ്രഷറാണ് വേണ്ടത്. പ്രഷർ റിക്വയർഡ് ടു റിഡ്യൂസ് ദ വോളിയം ബൈ 2%. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. ദാറ്റ് ഇസ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഏത് സ്ട്രെയിൻ? ആ വോളിയം സ്ട്രെയിൻ ആണല്ലേ. അപ്പോൾ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്ന് വരും അല്ലേ. ഒരു മൈനസ് സൈനൊക്കെ ഉണ്ട്. മൈനസ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്തത്? പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുവാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നെഗറ്റീവ് സൈൻ. ഓക്കെ, നമുക്ക് നെഗറ്റീവ് സൈൻ ഒന്നും വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഇപ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ അല്ലെങ്കിൽ ബി, ബീറ്റ എന്നല്ല ബി ആണ്, സോറി. ഇപ്പോൾ ബി ഇസ് ഈക്വൽ ടു ഈ ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് പകരം നമുക്ക് പ്രഷർ എന്ന് എഴുതാമല്ലോ അല്ലെ. ലിക്വിഡിൽ ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ, നമുക്ക് പ്രഷർ എഴുതാം. അപ്പോൾ പ്രഷർ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ബൈ വി ഇത് വരും. ശരിയല്ലേ? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പി ആണ് എന്താ വേണ്ടത്? പ്രഷർ എന്താ വേണ്ടത്? അപ്പോൾ പ്രഷർ ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ബിൻ്റെ വാല്യൂ എത്രയാണ്? ബി തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 3 ഇൻറ്റു 10⁻10. അപ്പോൾ 3 ഇൻറ്റു 10⁻10 ഇൻറ്റു ഡെൽറ്റ വി ബൈ വിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് നോക്കി ഇവിടെ 2% തന്നിട്ടുണ്ട്. 2% എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100ൻ്റെ വാല്യൂ ആണ് എന്ത്? 2% അല്ലേ. അതായത് ഡിക്രീസ് ഇൻ 2% വോളിയം എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100ൻ്റെ വാല്യൂ ആണ് 2%. അപ്പോൾ ഡെൽറ്റ വി ബൈ വിൻ്റെ വാല്യൂ എത്ര വരും? ദാറ്റ് ഇസ് 2 ഡിവൈഡ് ബൈ 100. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.02 എന്ന് വരുന്നുണ്ട്. കാര്യം മനസ്സിലായല്ലോ? പെർസെൻറ്റേജിലാണ് 2%. അപ്പോൾ ഡെൽറ്റ വി ബൈ വിയുടെ വാല്യൂ 2/100 എന്ന് വരും. ദാറ്റ് ഇസ് 0.02. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടുന്നത്? 0.02. എത്ര കിട്ടുന്നത്? 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6 ആണ്, ഇൻറ്റു 10⁻8 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ചെയ്താൽ ഓപ്ഷൻ സി ഈസ് ക്ലിയർ. ഫ്രീ ക്വസ്റ്റൻ. ഓക്കെ, വേണ്ട ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 identical hollow cylindrical columns of mild steel support a big structure of mass 50 into 10⁻3 kilograms. The inner and outer radii of each column are 50 centimeter and 100 centimeter respectively. Assuming the uniform local distribution, calculate the compression strain of each column. ജെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഒരു ബിഗ് സ്ട്രക്ചർ ഓഫ് മാസ് ഓഫ് 50 into 10⁻3 kilogram, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് 4 ഐഡൻറ്റിക്കൽ ഹോളോ സിലിണ്ടേഴ്സ് ആണ്, സിലിണ്ടർ കോളംസ് ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ്, ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കംപ്രഷൻ സ്ട്രെയിൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായതോ? എൻ്റെ അത് പടം വരച്ച് നോക്കാം. അതായത് ഒരു വലിയൊരു മാസ് തന്നിട്ടുണ്ട്, ഒരു ബിഗ് മാസ്, ഒരു ബിഗ് സ്ട്രക്ചർ ഓഫ് മാസ്. അതെ, അതിൻ്റെ മാസിൻ്റെ വാല്യൂ മാസ് ഇസ് ഈക്വൽ ടു 50 into 10⁻3 kg. അതായത് 50 ടൺ. 50 ടൺ എന്ന് പറയുന്ന ബിഗ് മാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 4 സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലേ, 4 ഓളോ സിലിണ്ടർ ഇതേപോലെ. അത് ലാർജ് മാസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സാധനം ഇങ്ങനെ ആവാം. ഓക്കെ,
സോ അതിൻ്റെ ഇങ്ങനെ 4 സപ്പോർട്ട് ചെയ്തുകൊണ്ട് 4 ഹോളോ സിലിണ്ടേഴ്സ് തന്നിട്ടുണ്ട്. ഹോളോ സിലിണ്ടേഴ്സ് ആണ്. ഐഡൻറ്റിക്കൽ ഓഫ് റേഡിയസ്. ഓക്കെ, 50 ആൻഡ് 100. നമുക്ക് എന്താ വേണ്ടത്? കാൽക്കുലേറ്റ് ദ കംപ്രഷൻ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം. ഓരോ കോളത്തിൻ്റെ കംപ്രഷൻ സ്ട്രെയിൻ ആണ് വേണ്ടത്. മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? കംപ്രഷൻ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇത് എക്സ് മോഡുലസ് തന്നിട്ടുണ്ടല്ലോ. എക്സ് മോഡുലസ് എത്ര? 2 × 10⁻11 അല്ലേ? അപ്പോൾ ഇത് സ്റ്റീൽ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റീലിൻ്റെ എക്സ് മോഡുലസ് ആണ് 2 × 10⁻11. അപ്പോൾ ഈ സ്റ്റീൽ വെച്ചിട്ടാണ് ഈ കോളംസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, സോ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സ്ട്രെയിനാണ് വേണ്ടത്. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ അല്ലേ? സ്ട്രെയിൻ തന്നെ ഏത് സ്ട്രെയിൻ? ലോജിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രെയിൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. നമുക്ക് ഈ കംപ്രഷൻ അല്ലെങ്കിൽ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ തന്നെ വേണ്ടേ? ഇപ്പോൾ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? അതായത് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് വരും. ക്ലിയർ അല്ലേ? ഇനി സ്ട്രെസ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ എന്താ വരും? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ് വരും അല്ലേ? ഇനി ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ഫോഴ്സാണ്? ഇവിടെ ഈ ബ്ലോക്കിൻ്റെ മാസ് തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് താങ്ങി നിർത്തിയേക്കുന്ന ആ വെയിറ്റ്, ആ കോളത്തിൻ്റെ പുറത്ത് വരുന്ന ആ വെയിറ്റ് ആണ് എന്ത്? അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ കംപ്രസ് ചെയ്യാണ്, ആ വെയിറ്റ് ആണ് ഇതിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കംപ്രസീവ് ഫോഴ്സ് ആ ഈ വലിയൊരു സ്ലാബ്, ആ ബ്ലോക്കിൻ്റെ വെയിറ്റ് ആണ് അല്ലേ? അത് അങ്ങോട്ട് താഴോട്ടാണ് അല്ലേ? അതിന് മാസ് എത്ര? 15 തന്നിട്ടുണ്ട്. 50 × 10⁻3. അപ്പോൾ mg ആണ് താഴത്തെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 × 10⁻3 ഇൻറ്റു ജീൻ്റെ വാല്യൂ എത്രയാണ്? 9.8 അല്ലേ? ജീൻ്റെ വാല്യൂ 9.8 ആണ്. പക്ഷേ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? അടുത്തടുത്തൊന്നും അല്ല. അതുകൊണ്ട് ജീൻ്റെ വാല്യൂ 10 ആയിട്ട് എടുത്താൽ മതി. അതാവുമ്പോൾ ഈസി ആയിരിക്കും. ജീൻ്റെ വാല്യൂ 10 മതി. കാരണം 9.8 എടുത്തിട്ട് കാര്യമില്ല. ഓപ്ഷൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓപ്ഷൻ കിട്ടും. പിന്നെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ഇത് ഹോളോ സ്പിയർ ആണ്. ഇത് ഓർത്തോണം. ഇത് ഹോളോ സിലിണ്ടർ ആണ്. സ്പിയർ എല്ലാം സിലിണ്ടർ. അപ്പോൾ ഹോളോ സിലിണ്ടർ ആകുമ്പോഴത്തേക്കും നമ്മൾ മൊത്തം ഏരിയ എടുക്കേണ്ട, ആ മെറ്റീരിയൽ ഉള്ള ഏരിയ മാത്രം എടുത്താൽ മതി. അതായത് ഇതാണ് നമ്മുടെ ആ ഹോളോ സിലിണ്ടർ കേട്ടോ. ദിസ് ഇസ് എ സിലിണ്ടർ. ഇതിൻ്റെ നടുക്ക് ഒന്നുമില്ല. നടുക്ക് ഹോളോയാണ്. നടുക്ക് ഹോളോ. ഓക്കെ, സോ മെറ്റീരിയൽ ഇവിടെ മാത്രമേ ഉള്ളൂ, പുറത്ത് മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ ഉണ്ടാകും. ബാക്കി നടുക്കൊക്കെ അതിൻ്റെ പൊള്ളയാണ്, നടുക്ക് ഹോളയാണ്. അപ്പോൾ നമുക്ക് ഈ ഏരിയ മാത്രം മതിയല്ലോ അല്ലേ? അതിൻ്റെ നടുക്കുള്ള ഏരിയ ഒന്നും വേണ്ട. അപ്പോൾ എന്താ ചെയ്യുക? മൊത്തം ആ സിലിണ്ടറിൻ്റെ മൊത്തം ഏരിയ എടുത്തിട്ട് ആ നടുക്ക് ആ ചെറിയ സിലിണ്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് പുറത്തോടെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു പുറത്തുള്ള റേഡിയസ് തന്നിട്ടുണ്ട് എത്ര? അതായത് ലാർജർ റേഡിയസ് എന്ന് പറയുമ്പോൾ 100 തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇന്നർ റേഡിയസ് എത്ര? ഇന്നർ റേഡിയസ് 50 ആണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് πr² മൈനസ് π(r²) ആയിരിക്കുമല്ലോ വലിയ റേഡിയസും ചെറിയ റേഡിയസും. ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു π കോമൺ എടുക്കാം. അപ്പോൾ r² മൈനസ് r² അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ എത്ര? അപ്പോൾ ക്യാപിറ്റൽ ആർ 100 ആണ്. അപ്പോൾ 100 മൈനസ് r 50 ആണ്. അപ്പോൾ 50 ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു 100 എത്ര വരും? 100 10,000 അല്ലേ? അപ്പോൾ 10,000 മൈനസ് 50 എത്രയാണ്? 50 2500, 2500 ആണ് അല്ലേ? അപ്പോൾ 2500. പിന്നെ ഒരു കാര്യം ഓർത്തോളം, ഇത് സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത് റേഡിയസ്. അപ്പോൾ സെൻറ്റിമീറ്റർ² വരില്ല. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁴ കൂടി വരും. ഓക്കെ, ഇവിടെ 10⁻⁴ കൂടി ഉണ്ട്. അത് തെറ്റിപ്പോണ്ട. 10⁻⁴ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്ന? π ഇൻറ്റു 10,000 ഇൻറ്റു 2500 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10,000 മൈനസ് 2,500 7,500. അപ്പോൾ 7500 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 0 എഴുതുന്ന 2 ഇതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ π ഇൻറ്റു 75 ഇൻറ്റു 10⁻⁻2 വരും. ശരിയാണ്, ഇതല്ല ഏരിയ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ എന്താ കിട്ടുന്നത്? ഏരിയൻ്റെ വാല്യൂ 5 ഇൻറ്റു 75 ഇൻറ്റു എത്ര കിട്ടുന്ന? 10⁻⁻2 ഇൻറ്റു യങ്സ് മോഡുലസ് എത്രയാണ്? യങ്സ് മോഡുലസ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് തന്നെ 2 ഇൻറ്റു 10⁻11. ക്ലിയർ ആണ്? ഇതാണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തോടെ, ഇത് മൊത്തമുള്ള സ്ട്രെയിൻ, അത് മൊത്തം ആ 4ൻ്റെയും കൂടിയുള്ള സ്ട്രെയിൻ ആണ് അല്ലേ?
അപ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ കോളത്തിലെ സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കാരണം മൊത്തം മാസിൻ്റെ സ്ട്രെയിനാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. മൊത്തം മാസ് എന്ന് പറയുമ്പോൾ 4 കോളം കൂടിയാണ് മൊത്തം മാസിനെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ കോളത്തിൻ്റെ പുറത്ത് എത്ര മാസ് വരും? 1/4 അല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഈ സ്ട്രെയിൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെയിൻ ഒറ്റ കോളത്തിൻ്റെ ഈച്ച് കോളത്തിൻ്റെ സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു 1/4 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം മനസ്സിലായാലും മൊത്തത്തിൽ 4 കോളത്തിൻ്റെ കൂടിയാണ് ഈ സ്ട്രെയിൻ. അപ്പോൾ ഒന്നിനെ കണ്ടുപിടിക്കാനായിട്ട് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്തെടുത്താൽ മതി. ആൻസറായി എത്ര മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? ഇത് 5 ഇൻറ്റു ഇത് 10⁻⁵ ഇത് 5 വരത്തില്ല. ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 75 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര? 75 ഇൻറ്റു 4 300 അല്ലേ? അപ്പോൾ 300 അല്ലേ? 150 ഇൻറ്റു 300 അതല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 2 ഇൻറ്റു 10⁻². ഈ 10⁻²ഉം 10⁻11 അങ്ങ് പോയി. അപ്പോൾ 10⁻9 എന്ന് വരും. ശരിയല്ലേ? ഇനി ഈ 10⁻2 അങ്ങ് വേണേൽ കളാം. എന്നിട്ട് ഇത് 10⁻11 ആക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതങ്ങ് ക്യാൻസൽ ആയി പോകുമ്പോൾ ഇത് 10⁻6 എന്ന് വരും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുമ്പോൾ 3.14 അല്ലേ? ഇൻറ്റു 6 ഇൻറ്റു 10⁻6 എന്ന് വരും. ശരിയല്ല? ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 3+6 എന്ന് പറയുമ്പോൾ 18 അല്ലേ? അപ്രോക്സിമേറ്റ്ലി 18 എടുത്താൽ മതി. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 10⁻6 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. 50 ഡിവൈഡഡ് ബൈ 18 എടുക്കാം. ഇൻറ്റു 10⁻⁻7 എന്ന് എഴുതാമല്ലോ. ഇതിന് ബോർഡിൽ പോകുമ്പോൾ 10⁻⁻6 ആയി. പിന്നെ ഒരു 10 അങ്ങ് കടം എടുത്തപ്പോൾ 10⁻⁻7 ആയി അല്ലേ? അപ്പോൾ 50 ഡിവൈഡ് ബൈ 18 എന്ന് പറയുമ്പോൾ എത്ര? 50 ഡിവൈഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 9 വരും. 25 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 2 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10⁻⁻7 എന്ന് വരും. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ? അതിനൊരു ഓപ്ഷനുണ്ട് 10⁻⁻7 അല്ലേ? ബാക്കി 2 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10⁻⁻7 ആണ്. ബാക്കി ഒരു ഓപ്ഷനും വരത്തില്ല. കാരണം 10⁻�8 അല്ല നമ്മുടെ ആൻസർ. 10⁻3 or 4 എന്തായാലും വരത്തില്ല. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഓപ്ഷൻ 10⁻7 ആണ്. ഇത് 2.6 ഇൻറ്റു 10⁻7. ഓക്കെ. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറേയൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് എടുക്കാൻ പറ്റും. ആ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് എടുത്താൽ മതി. വെറുതെ ടൈം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ വേണമെന്നില്ല ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നീറ്റിന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, അടുത്ത വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ജെയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A tube with both ends open to the atmosphere is partially filled with water. Oil which is immiscible with water is poured into one side until it stands at a distance of 10 millimeters above the water level on the other side. Meanwhile, the water rises by 65 millimeters from its original level. Density of the oil is. Okay. അപ്പോൾ കുറേ ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്, ഒരു പടം തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഓയിലിൻ്റെ ഡെൻസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വാട്ടർ ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ വാട്ടർ ലെവൽ ഇതായിരുന്നു. അതായത് ഈ സൈഡിലും വാട്ടർ മാത്രമായിരുന്നു. ഇതായിരുന്നു വാട്ടറിൻ്റെ ലെവൽ. ഇത് മൊത്തം വാട്ടർ ആയിരുന്നു. ഓക്കെ, പിന്നെ അവരെന്താ ചെയ്തത്? ഈ സൈഡിൻ്റെ ഓയിലൊക്കെ ഒഴിച്ച് ഈ സൈഡിൽ ഓയിൽ ഒഴിച്ചപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇരിക്കുന്ന വാട്ടറിൻ്റെ ലെവൽ അങ്ങ് കൂടുമല്ലോ. വാട്ടർ ലെവൽ ഇവിടുന്ന് കൂടി ഇവിടം വരെ എത്തി. എന്നിട്ട് ഈ സൈഡിൽ മൊത്തം എന്തായി? ഈ സൈഡിൽ മൊത്തം ഓയിലായി. അപ്പോൾ കാര്യം മനസ്സിലായാലോ? നേരത്തെ വാട്ടർ ലെവൽ ഇത്രയും ആയിരുന്നു. പിന്നെ അവർ ഈ സൈഡിലൊക്കെ ഓയിലൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ മൊത്തം ഓയിലായി. എന്നിട്ട് ഇവിടെ നിന്നുള്ള വാട്ടർ മൊത്തം തള്ളി മുകളിലേക്ക് ഇവിടം വരെ അങ്ങ് കയറി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ ഓയിലിൻ്റെ ഡെൻസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് സെയിം ടെക്നീക്കാണ് എപ്പോഴും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. മറ്റേ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരേ ലെവലിൻ്റെ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? പഠിച്ചിട്ടുണ്ടോ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്? അതായത് ഒരു ലിക്വിഡിൻ്റെ ഒരേ ലെവൽ, ഒരേ ഹൈറ്റിന് എല്ലാ പോയിൻറ്റ്സിലും പ്രഷർ എന്തായിരിക്കും? പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ ഒരു ലെവലിൽ എടുത്താൽ മതി. യൂട്യൂബിലെ ക്വസ്റ്റ്യൻ സെയിം ടെക്നീക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ഇത് വെച്ച് തന്നെ ചെയ്യാം.
അതായത് ഈ ഒരു ലെവൽ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് സെയിം ലെവലാണല്ലോ. ഇവിടെ ഒരു പോയിന്റ് മാറിക്കാം പോയിന്റ് എ, ഇവിടെ ഒരു പോയിന്റ് മാറിക്കാം പോയിന്റ് ബി. അപ്പോൾ രണ്ട് സെയിം ലെവലായത് കാരണം ഇവിടുത്തെ പ്രഷർ പി എയും ഇവിടുത്തെ പ്രഷർ പി ബി അങ്ങോട്ടും ഇങ്ങോട്ടും എത്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാര്യം പിടിച്ചില്ല, അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഒരു ലിക്വിഡിൻ്റെ അകത്ത് ഒരേ ലെവലിൽ വരുന്ന എല്ലാ പോയിന്റ്സിലും പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഒരേ ലെവലിൽ ഒരു 10 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ 10 പോയിന്റ്സ് പ്രഷർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ചിലർ പറയും സാർ 2 ലിക്വിഡ് ഇല്ല, ഒരു ഓയിലും ഒരു വാട്ടറും ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ സെറ്റ് ആവുന്നത്? അത് ശരിക്കും ഓയിലും വാട്ടറും ശരിക്കും എന്താണ് മിക്സായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ സെയിം ലിക്വിഡ് തന്നെയാണ് കേട്ടോ. ഒറ്റ ലിക്വിഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വെസലിനകത്തുള്ള ലിക്വിഡാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ലിക്വിഡ് ആവാം, പല ഓരോ ലിക്വിഡിൻ്റെ മിക്സ്ചർ ആവാം. ഓക്കെ. മിക്സ്ചർ എന്ന് പറയുമ്പോൾ മിക്സ് ചെയ്യുന്നതല്ല, അത് രണ്ടിൻ്റെ കൂടി നെറ്റ് എഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബീക്കറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു വെസലിൻ്റെ അകത്ത് ഒരേ ലെവലിനകത്ത് ഒരു ലിക്വിഡിനകത്തോടെ ഒരേ ലെവലിലെ എല്ലാ പോയിന്റ്സിൻ്റെ പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് സംശയം വേണ്ട. അപ്പം നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, ഈ ഒരു ലെവലായിട്ട് എടുക്കുക. അപ്പോൾ എന്നിട്ട് ഇവിടെ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഇവിടെ പോയിന്റ്, ഈ ഒരു പോയിന്റ് ബി, ഇവിടെ തന്നിട്ടുണ്ട് പോയിന്റ് സി. അപ്പോൾ രണ്ടും സെയിം ലെവലായത് കാരണം നമുക്ക് എഴുതാനുള്ളത് പി ബി ഇസ് ഈക്വൽ ടു പി സി ആയിരിക്കുമല്ലോ. പി ബി ഇസ് ഈക്വൽ ടു പി സി ആയിരിക്കും. ഇനി പി ബിയിലെ പ്രഷർ എന്ന് പറയുമ്പോൾ എത്രയാണ്? പി ബിയുടെ പ്രഷർ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രഷർ ഡ്യൂ ടു ഇത്രയും ലിക്വിഡ് അല്ലേ. പ്രഷർ ഡ്യൂ ടു ഇത്രയും ലിക്വിഡ് കാരണം ഒരു പ്രഷർ ഉണ്ടാവും. ദാറ്റ് ഈസ് നമ്മളതിനെ ഗോജ് പ്രഷർ എന്നല്ല പറയുന്നത്, HROG, ശരിയല്ലേ? പ്ലസ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ടാവും. അപ്പം പി ബിൻ്റെ വാല്യൂ എത്രയാണ്? പി ബി എന്ന് പറയുമ്പോൾ പി ബി ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HROG. എച്ച് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ആണ് അല്ലേ, ഹൈറ്റ് ഓഫ് ദി ഓയിൽ. അത് H1 ആയിട്ട് എടുക്കാം. H1 ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H1 പ്ലസ് റോ ഓഫ് ദി ഓയിൽ ഇൻ ടു ജി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി സി. പി സി എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ പ്രഷർ അത് എത്രയായിരിക്കും? അത് ഇത്രയും ഹൈറ്റ്. ഇപ്പോൾ ഇവിടെ വാട്ടർ എത്രയുണ്ട്? വാട്ടർ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നേരത്തെ ഈ ഫൈനൽ വാട്ടർ ലെവൽ ഇത്രയും ആണ്. അപ്പോൾ ഈ ഹൈറ്റ് ഇൻ ടു റോ ജി അത് H2 ആണെന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ H2 അല്ലേ, ദാറ്റ് ഈസ് H2. അപ്പോൾ P0 വരും. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 പ്ലസ് H2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി. ഇത്രേ ഉള്ളൂ കഴിഞ്ഞു. ഓക്കെ. സെയിം തന്നെയാണ്. അപ്പോൾ P0 ക്യാൻസൽ ആയിപ്പോയി, അറ്റ്മോസ്ഫിയറിക് പ്രഷറും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ H1 ഡെൻസിറ്റി ഓഫ് ഓയിൽ ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഹൈറ്റ് H2 ഇൻറ്റു റോ W ഇൻറ്റു ജി. ഇനി ജിയും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് H1ൻ്റെ വാല്യൂ അറിയാമല്ലോ. H1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? ഇത്രയും വാല്യൂ, ഈ വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂ ദിസ് ഇസ് 65 പ്ലസ് 65, ശരിയല്ലേ? ഇത്രയും 65, ഇതും 65. അപ്പോൾ 65 പ്ലസ് 65 എത്രയാണ്? 65 പ്ലസ് 65 130 അല്ലേ. അപ്പോൾ ഇത് 130, ഇത്രയും 130, പിന്നെ ഇതും കൂടി തന്നിട്ടുണ്ടെങ്കിൽ 10 ആണ്. അപ്പോൾ ഇത് മൊത്തം എത്ര വരും? ദാറ്റ് ഈസ് 10 പ്ലസ് 65 പ്ലസ് 65, 130 പ്ലസ് 10, ദാറ്റ് ഈസ് 140 എന്ന് വരും. അപ്പോൾ 140 മില്ലിമീറ്റർ അല്ലേ. അപ്പോൾ 140, ദാറ്റ് ഈസ് 140 മില്ലിമീറ്റർ, 10⁻³ ഇൻടു ഡെൻസിറ്റി ഓഫ് ഓയിലാണ് നമുക്ക് വേണ്ടത്. ഇസ് ഈക്വൽ ടു ഈ H2 ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് അല്ലേ. ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 65 പ്ലസ് 65 ആണ്, ശരിയല്ലേ? H2 എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ആണ്. അത് എത്രയാണ്? 65 പ്ലസ് 65, ദാറ്റ് ഈസ് 130. അപ്പോൾ 130 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 10⁻³ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 10⁻³ അത്രയും കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ. അപ്പോൾ ഇതിന് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താ കിട്ടും? ദാറ്റ് ഇസ് 130 ഇൻറ്റു 10⁻³. ഇത് മില്ലിമീറ്റർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ 10⁻³ ഉണ്ട്. അപ്പോൾ ഈ 10⁻³ 10⁻³ ക്യാൻസൽ ആയി പോകും, കാരണം മില്ലിമീറ്റർ ആണ് രണ്ടും കൂടി. ഡിവൈഡഡ് ബൈ 140 ഇത് വരും. 0 ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഇസ് ഈക്വൽ ടു 13 ഡിവൈഡ് ബൈ 14 ഇൻറ്റു 10⁻³ 10⁻³ എന്ന് പറയുമ്പോൾ 1000 ആണ്. അപ്പോൾ 13/14 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു 0.9 സംതിങ് വരത്തില്ലേ, ശരിയല്ലേ? ഒരു 0.8 വരത്തില്ല, ഒരു 0.9 സംതിങ്, കാരണം 13/14 ആണ്. അപ്പോൾ 0.9 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 900 സംതിങ് വരും അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും വരത്തില്ല. 615 വരത്തില്ല. 800 വരുമോ? 800 വരെ അത് പോകില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 928 ആണ്. കറക്റ്റ് കാൽക്കുലേഷൻ വേണമെന്നില്ല, ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ 13/14 എന്ന് പറയുമ്പോൾ 9 പോയിന്റ് സംതിങ് ഇൻറ്റു 1000 എത്രയാണ്? 922, അത്രയും കിലോഗ്രാം പെർ മീറ്റർ.
ഓക്കെ. സോ അതായത് ഡെൻസിറ്റി. ഓക്കെ. സോ യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്, ജെയ്ക്ക് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെ യൂട്യൂബിൻ്റെ ആ ഒരു ഷേപ്പ് തരുമ്പോഴത്തേക്ക് നമ്മൾ ആ ബേസ് കട്ട് ചെയ്തിട്ട് ഒരേ ലെവൽ, ഏറ്റവും താഴത്തെ ലെവൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് വേണേൽ മുകളിലത്തെ ലെവൽ എടുക്കാം, പക്ഷെ താഴത്തെ ലെവലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ താഴത്തെ ലെവലിലേക്ക് എടുക്കുക, എന്നിട്ട് അവിടെ പ്രഷർ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ ലിംബിൻ്റെ പ്രഷറും ഈ ടെമ്പിൻ്റെ പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രഷർ എടുക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗോജ് പ്രഷർ. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഇൻറ്റു റോജി, പിന്നെ ഇവിടുത്തെ ഹൈറ്റ് ഇൻറ്റു റോജി. അപ്പോൾ രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡെൻസിറ്റിയും ഹൈറ്റിൻ്റെ ഒക്കെ റേഷ്യോ നമുക്ക് കിട്ടും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈസി ചാപ്റ്റർ ആയിരുന്നു. ജസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. സോ താങ്ക് യു, ബൈ.